Hi everyone. In this class, we'll be discussing the most important part of this chapter, that is the capital gain exempt from tax. ഇത് എക്സാമിന് തിയറി ആയിട്ടും ചോദിക്കാം, മാത്രമല്ല ഇതിലുള്ള ഓരോ പോയിന്റ് ഏകദേശം 8-9 എക്സംപ്റ്റഡ് ഐറ്റംസ് ആണുള്ളത്. ഈ 8 ഐറ്റംസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴായാലും ഇതിൽ നിന്നുള്ള ഈ ഐറ്റത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും കൂടിയ പ്രോബ്ലംസ് ആണ് വരിക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും തിയറി ആയിട്ടായാലും പ്രോബ്ലം ആയിട്ടായാലും പഠിച്ചു വെക്കേണ്ട ഭാഗമാണ് ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. സെക്ഷൻ 54 ആണ് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. 54 പല സബ്സെക്ഷൻസ് ആണ് ഈ എക്സംപ്ഷൻ ഓഫ് ടാക്സിനെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിലെ ഫസ്റ്റ് വൺ ഇസ് എക്സംപ്ഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഓൺ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ റെസിഡൻസ്. ദാറ്റ് ഹാസ് ബീൻ ഡിസ്കസ്ഡ് ഇൻ സെക്ഷൻ 54. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് എ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ റെസിഡൻസ്. ഇവിടെ എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ എന്താ കണ്ടീഷൻ പറയണമെന്ന് അറിയോ? അതായത് എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടായിരുന്നത് ഞാൻ വിറ്റപ്പോൾ കിട്ടിയ ക്യാപിറ്റൽ ഗെയിന് എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ ആ വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ച് ഞാൻ വേറൊരു വീട് മേടിക്കണം. അപ്പൊ ശരിക്കും ഇത് ഏതാ സിറ്റുവേഷൻ? The capital gain arising on transfer of a property used for residence is being used for purchasing another residential house property. മനസ്സിലായോ? അങ്ങനെ ചെയ്താലേ ഈ എക്സംപ്ഷൻ കിട്ടുള്ളൂ. അപ്പൊ ഈ എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ കണ്ടീഷൻ, ഞാൻ എൻ്റെ വീട് വിറ്റപ്പോൾ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വേറൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ ആ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മേടിക്കാൻ ഞാൻ ഉപയോഗിച്ച വാല്യൂ, ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് എത്ര രൂപ ഞാൻ ആ പുതിയ പ്രോപ്പർട്ടി മേടിക്കാൻ ഉപയോഗിച്ചോ അത്രയും എമൗണ്ടിന് എനിക്ക് എന്ത് കിട്ടും? എക്സംപ്ഷൻ കിട്ടും. നമുക്കിത് ഈ സിറ്റുവേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ എക്സംപ്ഷൻ ആർക്ക് അവൈലബിൾ ആവുക? ഇൻഡിവിജ്വൽസിനും HUFനും മാത്രമാണ്. പേഴ്സൺ എന്ന് പറയുന്ന ഇൻകം ടാക്സിന്റെ ഡെഫിനിഷനിൽ ദിസ് എക്സംപ്ഷൻ, ദാറ്റ് ഇസ് എക്സംപ്ഷൻ 54, ഇസ് അവൈലബിൾ ഓൺലി ടു ഇൻഡിവിജ്വൽ ആൻഡ് HUF. ഇനി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഓൺ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി എന്ന് പറയുന്നില്ലേ? പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ദ പ്രോപ്പർട്ടി ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും അത് അയാളുടെ കയ്യിൽ അയാൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോപ്പർട്ടി ആവണം. അല്ലാതെ അയാൾ വാങ്ങിക്കുക വിൽക്കുക, ആ കേസ് ആണെങ്കിൽ അതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. അപ്പൊ അത് ഇൻകം ഫ്രം ബിസിനസ്സിലെ വരുള്ളൂ, ക്യാപിറ്റൽ ഗെയിനിലല്ല അത് വരാം. അപ്പൊ ഈ പ്രോപ്പർട്ടി അയാൾക്ക് വിറ്റിട്ട് ആ പ്രോപ്പർട്ടീനെ നമ്മൾ ഈ സെക്ഷനിൽ എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ദാറ്റ് പെർട്ടിക്കുലർ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഷുഡ് ബി യൂസ്ഡ് ബൈ ഹിം ഫോർ ദ പർപ്പസ് ഓഫ് റെസിഡൻഷ്യൽ പർപ്പസ് for a period of at least 2 years. That is for a period of more than 2 വർഷത്തിൽ കൂടുതൽ 24 monthsൽ കൂടുതൽ അയാൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവണം. The property should be used for residential purpose for more than 24 months. ഇനി എപ്പോഴാണ് എക്സംപ്ഷൻ കിട്ടുന്നത്? എപ്പോഴാണ് എക്സംപ്ഷൻ കിട്ടുക? ഈ പ്രോപ്പർട്ടി വിറ്റപ്പോൾ കിട്ടിയ പൈസ ഉപയോഗിച്ച് if he purchase or construct another residential house in India. ഇനി അത് പുതിയ വീട് പണിയാൻ ഒരു സമയം പറയുന്നുണ്ട്. ആ ടൈം എത്രയാ? either within 1 year before or 2 years after the transfer. In the case if you are purchasing, നമുക്ക് പുതിയ വീട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത വീട് മേടിക്കാം. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത വീട് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ അസറ്റ് വിൽക്കുന്നതിന് 1 കൊല്ലം മുമ്പോ അസറ്റ് വിറ്റ് 2 കൊല്ലത്തിന്റെ ഉള്ളിലോ നമ്മളൊരു പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ടാവണം. അല്ല, നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യാണെന്ന് വെക്കൂ. വീട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് വിറ്റതിന് ശേഷം 3 കൊല്ലത്തിന്റെ ഉള്ളിൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടാവണം. അങ്ങനെ ആയാൽ മാത്രമാണ് നമുക്ക് ഈ എക്സംപ്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഇപ്പൊ നമുക്കറിയാം 3 കൊല്ലം എന്ന് പറയുമ്പോൾ സമയമുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയതിന്റെ ടാക്സ് നമ്മൾ ഇപ്പോഴാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എക്സംപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഉടനെ എന്ത് ചെയ്യാം? ഈ എമൗണ്ട്, അതാണ് പറയണത് അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് പുതിയ വീട് മേടിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ മുഴുവൻ പൈസ നമുക്ക് ചെലവായിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പൈസ മുഴുവൻ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് എക്സംപ്ഷൻ കിട്ടും. അപ്പൊ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് എന്ത് ചെയ്താൽ മതി? ഈ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ പർച്ചേസിനോ കൊടുത്താൽ മതി. പർച്ചേസ് ആയാലും നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ കൊടുത്തുന്നിരിക്കില്ല, ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ഈ ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത് ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് എന്ത് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക? പുതിയ വീടിന്റെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ പർച്ചേസിനോ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ എക്സംപ്ഷൻ. ഓക്കെ, അപ്പൊ എക്സംഷൻ ഇനി മാക്സിമം എക്സംഷൻ നമുക്ക് എത്രയായിരിക്കും? എത്ര എമൗണ്ട് ആണോ നമ്മൾ
ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തോ അത്രയും എമൗണ്ട് നമുക്ക് എത്ര കിട്ടും? എക്സംഷൻ കിട്ടും. ഇപ്പൊ എക്സാമ്പിൾ 50,000 രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ 40,000 റുപ്പീസേ വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടുന്നത് 40,000 വരെ ഉള്ളൂ. അല്ല, വേറൊരു കേസ് നോക്കൂ. ക്യാപിറ്റൽ ഗെയിൻ 50,000 കിട്ടി. പുതിയ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ 60,000 രൂപ വന്നെങ്കിൽ എക്സംഷൻ മാക്സിമം നമുക്ക് എത്ര കിട്ടുള്ളൂ? ക്യാപിറ്റൽ ഗെയിനല്ല എക്സംഷൻ കിട്ടുള്ളൂ. 50,000 രൂപ ക്യാപിറ്റൽ ഗെയിൻ ഉള്ളൂ വെച്ചാൽ 50,000 രൂപ വരെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. 60,000 രൂപ പുതിയ പ്രോപ്പർട്ടിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അത് കിട്ടില്ല. എത്ര ക്യാപിറ്റൽ ഗെയിൻ ആണോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്രയും എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. അപ്പോൾ മാക്സിമം എക്സംഷൻ ഇസ് ദ ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ്. ഇനി unutilized amount shall be exempted. അത് നമ്മൾ പറഞ്ഞല്ലോ. It is to be deposited in the capital gain account scheme before the due date of furnishing the return. ഇനി അപ്പൊ ഇതുവരെ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് സെക്ഷൻ 54 ഡീൽ ചെയ്യുന്നത് എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഓൺ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ റെസിഡൻസ്. റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിച്ചിട്ടുണ്ടാവണം. കണ്ടീഷൻ മിനിമം 24 മന്ത്സ് എങ്കിലും അത് അയാൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിട്ട് സാധനമായിരിക്കണം അയാൾ വിൽക്കേണ്ടത്. വിറ്റ് കഴിഞ്ഞ എക്സംഷൻ കിട്ടണമെങ്കിൽ അതുപോലെയുള്ള വേറൊരു വീട് അയാൾ either 1 year before or 2 years after the transfer should be purchased, or within 3 years after the transfer should be constructed. Or if the amount is being unutilized, if you want to get an exemption, that should be deposited in capital gain account scheme. Maximum exemption എന്ന് പറയുന്നത് capital gain എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രയാണ്. ഇനി ഇയാൾ ഈ രണ്ടാമത്തെ വീട് പുതിയ വീട് മേടിച്ചത് 3 കൊല്ലത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ, അങ്ങനെ വന്നാൽ ഈ കിട്ടിയ എക്സംഷൻ മുഴുവൻ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. അങ്ങനെ ടാക്സബിൾ ആവുമ്പോൾ 3 കൊല്ലത്തിനുള്ളിലാണല്ലോ അതിൽ വിൽക്കുന്നത്. അപ്പൊ ടാക്സബിൾ ആവുന്നത് എന്ത് ടാക്സ് ആയിരിക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അതാണ് പറയുന്നത്. ഇഫ് ദ ന്യൂ ഹൗസ് ഇസ് സോൾഡ് വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ, capital gain claimed as exemption will be accessible to tax together the additional capital gain in the year of transfer of new asset as short term capital gain. ഇനി ഒരു പുതിയ കണ്ടീഷണൽ ക്ലോസ് അമെൻമെന്റ് വന്നിട്ടുള്ളതാണ് 2021 ഈ സെക്ഷനിൽ. ഇത് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു വീട് മേടിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പക്ഷെ ഈ കേസിൽ ഇഫ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഡസ് നോട്ട് എക്സീഡ് 2 crore rupees, അങ്ങനെയാണെങ്കിൽ SSC has got an option to purchase or construct 2 residential houses in India instead of 1. കഴിഞ്ഞ കൊല്ലം വരെ അത് 1 house property ആയിരുന്നു. ഇപ്പോൾ 2 എണ്ണം വരെ പണിയാനായിട്ട് അധികാരമുണ്ട്. If the SSC has exercised a aforesaid option during any assessment year, പിന്നെ ഇനി വേറെ ഒറ്റ അസസ്മെന്റ് ഇയറിലും അത് ക്ലെയിം ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സെക്ഷൻ 54. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് എക്സംഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. ദാറ്റ് ഈസ് സെക്ഷൻ 54B ആണ് പറയുന്നത്. 54B. അപ്പൊ ഇവിടെ ഇത് ആർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള നോക്കാം. ഇത് അപ്ലിക്കബിൾ ആവുന്നത് ഇൻഡിവിജ്വലിനും HUFനും തന്നെയാണ്. ഇവിടെയും ഇപ്പൊ ഇതെന്താ സംഭവം? നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് നമ്മൾ എന്ത് ചെയ്തു? വിറ്റു. അത് വിറ്റപ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ വേറൊരു അഗ്രികൾച്ചറൽ ലാൻഡ് മേടിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിലാണ് എന്ത് കിട്ടുക? എക്സംഷൻ കിട്ടുക. സിറ്റുവേഷൻ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കണം. എക്സംഷൻ കിട്ടണമെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാപിറ്റൽ അസറ്റ് ആയ അഗ്രികൾച്ചറൽ ലാൻഡ് നമ്മൾ വിറ്റു. ആ കിട്ടിയ ഗെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വേറൊരു അഗ്രികൾച്ചറൽ ലാൻഡ് മേടിക്കുകയാണ്. ഇനി അപ്പോൾ ഈ എക്സംഷൻ അവൈലബിൾ ആവുന്നത് ഇൻഡിവിജ്വലും HUFനാണ്. പിന്നെ ഈ കണ്ടീഷൻ പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന ആ ക്യാപിറ്റൽ അസറ്റ് ഷുഡ് ബി യൂസ്ഡ് ബൈ ദാറ്റ് പേഴ്സൺ SSC ഓർ ഹിസ് പാരന്റ്സ് ഫോർ അറ്റ്ലീസ്റ്റ് 24 months ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. എക്സംഷൻ അവൈലബിൾ ആവണമെങ്കിലോ ദാറ്റ് ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഇസ് യൂസ്ഡ് ഫോർ പർച്ചേസിംഗ് അനദർ അഗ്രികൾച്ചറൽ ലാൻഡ് വിതിൻ 2 years ആഫ്റ്റർ ദ ട്രാൻസ്ഫർ. കണ്ടോ, ഇവിടെ വിതിൻ 2 years ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ആണ്. കഴിഞ്ഞ കേസ് ഓർമ്മയുണ്ടല്ലോ, പർച്ചേസ് ആയിരുന്നെങ്കിൽ ബിഫോർ 1 year ഓർ വിതിൻ 2 years. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ വിതിൻ 3 years. ഇത് അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ വിറ്റ് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ചിട്ട് അടുത്ത അഗ്രികൾച്ചറൽ ലാൻഡ് വിതിൻ 2 years പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ മാക്സിമം എക്സംഷൻ എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണോ ക്യാപിറ്റൽ ഗെയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത അത്ര. അൺയൂട്ടിലൈസ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് നമ്മൾ 3 കൊല്ലത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ എന്താണ്? കിട്ടിയ എക്സംഷൻ മുഴുവൻ ടാക്സബിൾ ആയി മാറും. അത് എന്ത് ടാക്സബിൾ ആയിരിക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഈ പറഞ്ഞ രണ്ടെണ്ണം ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്ഷൻ 54ഉം സെക്ഷൻ 54Bയും. അടുത്ത വീഡിയോയിൽ അടുത്ത സെക്ഷനുകൾ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ഈ 2 സെക്ഷൻസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കും. ഇത് നന്നായി പഠിക്കുക, കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.